സുഹൃത്തുക്കളെ, കഴിഞ്ഞ സെഷനിൽ അക്കാദമികമായ പ്രസൻറ്റേഷനിലൂടെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആശയങ്ങൾ, അനുഭവങ്ങൾ, അവ ക്രോഡീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. രാവിലത്തെ പ്രഭാഷണത്തിൽ ദയാനന്ദ മാഷ് പറഞ്ഞതുപോലെ ഇതൊരു അനുശോചനത്തിൻ്റേതായ ഒരു സമ്മേളനമല്ല, മറിച്ച് ആദര സമർപ്പണത്തിൻ്റേതായ ഒരു വേദിയാണ്. ഡോക്ടർ ടി.ബി. വേണുഗോപാൽ പണിക്കർ എന്ന അധ്യാപകൻ കാലിക്കറ്റ് സർവകലാശാലയുടെ അക്കാദമിക ജീവിതത്തിലും മലയാള വിഭാഗത്തിലും അതിന് പുറത്തുള്ള വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം വളരെ വലുതാണ്. പരിചയമോ വലിപ്പ ചെറുപ്പമോ ഒന്നും പരിഗണിക്കാതെ ആരുമായും സ്വതന്ത്രമായി ഇടപെടാനുള്ള മാഷുടെ ഒരു രീതി, അത് വലിയ രീതിയിലുള്ളൊരു സ്വാധീനം ക്യാമ്പസിലെ വിവിധ വിഭാഗങ്ങളിൽ തങ്ങളുടെ വിഷയത്തിൻ്റെ ഒരു പരിധിയുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്ത വിദ്യാർത്ഥികളിലെല്ലാം എത്തിച്ചേർന്നതായിട്ട് എനിക്കറിയാം. ആയ എന്ന പേരിൽ ഒരു ജേണൽ ദിലീപ് രാജ് എന്ന ഒരാൾ, അദ്ദേഹം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിൽ വിദ്യാർത്ഥിയായിരുന്നു, ഗവേഷകനായിരുന്നു. അദ്ദേഹം ബർണിംഗ് കോളേജിലെ അധ്യാപകനാണ്. ആയ എന്ന ജേണലിന് വേണ്ടി ഒരു ലേഖനം എഴുതി തരണമെന്ന് മാഷോട് ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു. വസ്ത്രത്തെ പറ്റിയുള്ള ഒരു വസ്ത്രവും അതുപോലെയുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു ലക്കം ആസൂത്രണം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായി മാഷ് എഴുതിയ ഒരു ലേഖനത്തെ പറ്റിയിട്ട് രാവിലത്തെ സെഷനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വസ്ത്രധാരണം എന്നതുപോലെ തന്നെ പ്രധാനമാണ് വസ്ത്രത്തെ പറ്റിയുള്ള ധാരണ എന്ന് വെളിപ്പെടുത്തുന്ന ആ ലേഖനം വസ്ത്രവുമായി ബന്ധപ്പെട്ട് ആധുനിക സമൂഹത്തിൻ്റെ, കേരളത്തിലെ ആധുനിക സമൂഹത്തിൻ്റെ രൂപവൽക്കരണത്തിൽ സംഭവിച്ചിട്ടുള്ള ചരിത്രപരമായ പ്രാധാന്യമുള്ള സംഭവങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ടും അതിൻ്റെ പിറകിലുള്ള ചിന്തകൾ വിശദമാക്കുകയും ചെയ്യുന്ന ഒരു ലേഖനമാണത്. ആ ലേഖനം വാസ്തവത്തിൽ നമ്മളിന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ ചേർക്കാനായി ടൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ അത് ദൗർഭാഗ്യവശാൽ നമുക്ക് ചേർക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ മാഷ് നോട്ട് പാഡിൽ എഴുതിയിട്ടുള്ള ആ ലേഖനം അതിന് പകർപ്പൊന്നുമില്ലാതെ നേരെ പറിച്ചിട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അത് 8 പേജുണ്ട്. അതിലെ 3-ാമത്തെ പേജ് മിസ്സിംഗ് ആണ്. ആ 3-ാമത്തെ പേജ് മിസ്സിംഗ് ആയിട്ടുള്ള ഫയലാണ് PDF ആയി എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് തന്നെയാണ് ജോർജിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടൈപ്പ് സെറ്റ് ചെയ്യുമ്പോൾ ടൈപ്പ് സെറ്റ് ചെയ്ത കുട്ടികൾ 1 പേജ് മിസ്സിംഗ് എന്ന് എഴുതി ബാക്കി ഇട്ടിരുന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ ഞങ്ങൾ ആശയപരമായ തുടർച്ചയ്ക്ക് മറ്റൊക്കെ വലിയൊരു പ്രശ്നമുണ്ടെന്നുള്ളതുകൊണ്ട് അതിൽ നിന്ന് മാറ്റിവെച്ചതാണ്. ഇത്തരത്തിലത്തെ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അത് അതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. പറഞ്ഞത് കാര്യം എന്തായാലും ഈ രീതിയിൽ മാഷുടെ സ്വാധീനം മലയാള വിഭാഗത്തിനപ്പുറത്ത്, ക്യാമ്പസിനകത്തും മലയാള പഠനത്തിൻ്റെ അപ്പുറത്തുള്ള മേഖലയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിലും ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഒന്ന് സംക്ഷേപിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാഷുമായി ഭാഷാശാസ്ത്രത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ നിത്യസമ്പർക്കം പുലർത്തുന്ന ഒരാളാണ് ഡോക്ടർ PM ഗിരീഷ്. മദ്രാസ് സർവകലാശാലയിലെ മലയാള വിഭാഗ മേധാവിയാണ്, നിങ്ങൾക്കറിയാം. ഗിരീഷ് ഒരു ഭാഷാശാസ്ത്രത്തിൻ്റെ മേഖലയിൽ മാഷുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ ആണ് കേരളത്തിലെ വാസ്തവത്തിൽ ഒരു ലിംഗ്വിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവേണ്ടുന്ന ഒരു സ്ഥലമായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി.
ബാലസുബ്രഹ്മണ്യം മാഷുടെയും ശ്രീദേവി ടീച്ചറുടെയും നിയമനമൊക്കെ നടക്കുകയും അതോടുകൂടി ഉണ്ടായി വരേണ്ടുന്ന ഒരു ലിംഗ്വിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാതായി അപ്രത്യക്ഷമായി പോയതാണ്. അപ്പോൾ കേരളത്തിലെ ഭാഷാശാസ്ത്ര പഠനത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളുടെയും ഗവേഷണത്തിൻ്റെയൊക്കെ മേഖലയിൽ മാഷുടെ പ്രവർത്തനം എന്താണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഗിരീഷിനെ ക്ഷണിക്കാം. താങ്ക് യു മഹേഷ്. ഭാഷാശാസ്ത്രം ഭാഷയുടെ ശാസ്ത്രീയ പഠനം എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഭാഷാശാസ്ത്രം പലർക്കും പലതാണ്. ചിലർക്കത് സ്വനവിജ്ഞാനമാണ്, ചിലർക്ക് സ്വനിമ വിജ്ഞാനമാണ്, ചിലർക്ക് അർത്ഥവിചാരമാണ്, ചിലരെ സംബന്ധിച്ചിടത്തോളം വാക്യവിചാരമാണ്, ചിലർക്കത് അന്തർവിജ്ഞാന പദ്ധതിയാണ്, സാമൂഹ്യ ഭാഷാശാസ്ത്രം, ദൈക്ഷണിക ഭാഷാശാസ്ത്രം എന്നതുപോലെ. ഡോക്ടർ ടി.ബി. വേണുഗോപാല പണിക്കർക്ക് അത് സംസാരിക്കുന്ന ജീവിവംശത്തിൻ്റെ ഭാഷാശാസ്ത്രം ആയിരുന്നു എന്ന് പറയാൻ പറ്റും. സംസാരിക്കുന്ന ജീവിവംശം എന്ന പേരിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ കോളേജിൽ അദ്ദേഹം 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രബന്ധം അവതരിപ്പിച്ചത് ഓർക്കുകയാണ്. ആ പ്രബന്ധം ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൈറ്റിൽ വർഗം എന്നാണ് ചേർത്തിരിക്കുന്നത്. ഉള്ളിൽ അത് വംശം തന്നെയാണ് സാറ് ഉപയോഗിച്ചതിന് സംസാരിക്കുന്ന ജീവിവംശം എന്ന് പറയുന്നത്. അത് അങ്ങനെ ഉള്ള ഒരു പേപ്പറിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് മലയാള ഭാഷയുടെ ചരിത്രം അന്വേഷിക്കുകയാണ്. ഭാഷയുടെ ചരിത്രമല്ല, മലയാള ഭാഷാശാസ്ത്രത്തിൻ്റെ ചരിത്രം അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. തുടക്കം മുതൽ അത് വന്ന് എങ്ങനെയാണത് ദൈക്ഷണിക ഭാഷാശാസ്ത്രത്തിൽ എത്തി നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണം ആയിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യൻ ഭാഷാശാസ്ത്രജ്ഞരിൽ ക്ലാസിസിസ്റ്റായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്നാണ്. അദ്ദേഹം ക്ലാസിസിസ്റ്റാണ്, പക്ഷേ ക്ലാസിസ്റ്റ് അല്ല. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭാഷാശാസ്ത്രത്തിൻ്റെ ധാരകളെ ആധുനിക ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് സംസ്കൃതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ അദ്ദേഹത്തെ ക്ലാസിസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. സംസ്കൃതം കൈകാര്യം ചെയ്യുന്ന ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആര് സംസ്കൃതത്തെക്കുറിച്ച് സംസാരിച്ചാലും, പ്രത്യേകിച്ചും ഭാഷാശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് ചില അജണ്ടകൾ നടപ്പാക്കുന്ന വേണ്ടിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ അങ്ങനെയൊരു ധാരണയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഹൈന്ദവ ഭാഷാശാസ്ത്രം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടുകൊണ്ടുവരികയാണ്. ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയുള്ള സംസ്കൃതത്തെ പിടിച്ചുകൊണ്ട്. അതിനെതിരായിരുന്നു ഡോക്ടർ ടി.ബി. വേണുഗോപാൽ പണിക്കർ എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് സംസ്കൃതത്തിൻ്റെ അതിശക്തമായ ഭാഷാശാസ്ത്ര മേഖല മനസ്സിലാക്കേണ്ടത്? ഒരു പക്ഷേ പാശ്ചാത്യ പണ്ഡിതന്മാർ അതിനെ എങ്ങനെയാണോ ബന്ധിപ്പിക്കുന്നത്, അതിലേക്ക് പ്രവേശിക്കേണ്ട മാർഗം ഒരു അജണ്ടയുമില്ലാതെ വിജ്ഞാനം മാത്രമാക്കി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിന് മാർഗദർശിയായിട്ടുള്ള, ഇന്ത്യൻ ലിംഗ്വിസ്റ്റുകൾക്ക് തന്നെ മാർഗദർശിയായിട്ടുള്ള ആളാണ് ഡോക്ടർ ടി.ബി. വേണുഗോപാൽ പണിക്കർ. അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇനി രണ്ടാമത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോക ഭാഷാശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ എന്ത് സംഭാവനയാണ് ഡോക്ടർ ടി.ബി. വേണുഗോപാല പണിക്കർ ചെയ്തിട്ടുള്ളത്? അത് നമ്മൾ സത്യത്തിൽ വിലയിരുത്തേണ്ട ഒന്നാണെന്ന് തോന്നിയിട്ടുണ്ട്. അതിൽ പ്രധാനമായി നമ്മൾ ഓർക്കേണ്ട ഒരു വർഷം ഉണ്ട്. ആ വർഷം എനിക്കൊന്ന് 1786 ഒന്നാണ്. 1786 എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലാണ് BC 500-ാം നൂറ്റാണ്ടിലുണ്ടായെന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന പാണിനീയം പോലുള്ള പഴയ ഗ്രന്ഥങ്ങളെ പാശ്ചാത്യ പണ്ഡിതർ റീഡിസ്കവർ ചെയ്ത വർഷം എന്ന് പറയുന്നത്. ഏഷ്യാറ്റിക് സൊസൈറ്റി രൂപീകരിക്കപ്പെടുന്ന വർഷമാണ്.
ആ വർഷത്തിൽ തന്നെയാണ് വില്യം ജോൺസ് ഒരു പുതിയ കണ്ടെത്തൽ നടക്കുന്നത്. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. സംസ്കൃത ഭാഷയ്ക്ക് മറ്റ് ക്ലാസിക് ഭാഷകളുമായിട്ടുള്ള ബന്ധത്തെ ആസ്പദമാക്കിയിട്ടുള്ള പഠനമാണ്. അതാണ് ഒരർത്ഥത്തിൽ ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ ഒരു വലിയ ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ തുടക്കം എന്ന് നമുക്ക് പറയാവുന്ന ഒന്നാണ്. പിന്നീട് വരുന്നത് 1875 അതാണ് ന്യൂ ഗ്രമേറിയൻ കാലഘട്ടം എന്ന് പറയുന്നത്. ആ ന്യൂ ഗ്രമേറിയൻ കാലഘട്ടത്തിന് ശേഷം ലോക ഭാഷാശാസ്ത്രത്തിലുണ്ടാകുന്ന മറ്റൊരു വലിയ വഴിത്തിരിവ് സസൂറിൻ്റെ പുസ്തകം ഇറങ്ങുന്നത് അത് 1916 മറ്റൊന്ന് നോം ചോംസ്കിയുടെ 1957 വരുന്ന ചോംസ്കിയൻ ധാരകൾ. ഈ 4 ധാരകളിലും നിതാന്തമായി അധ്വാനിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. എങ്കിലും വേണുസാറെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വിഷയം എനിക്ക് തോന്നിയിട്ടുള്ളത് സ്വനവിജ്ഞാനമാണ്. സ്വനവിജ്ഞാനമാണെന്ന് തെളിപ്പോൾ വാക്യവിചാരത്തെക്കുറിച്ച് പറയുന്ന നോം ചോംസ്കിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ പോലും ഒരു ഭാഗം സ്വനമാണ്. അതെന്തുകൊണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഭാഷാ പഠനത്തിന് എന്തെല്ലാം വേണമെന്നതിനെക്കുറിച്ച് നല്ല ധാരണ ഡോക്ടർ ടി ബി വേണുഗോപാൽ പണിക്കർക്കുണ്ടായിരുന്നു. അതൊന്ന് ഫൊണോളജിക്കൽ സ്ട്രക്ചറാണ്, മറ്റൊന്ന് സെമാൻറ്റിക് സ്ട്രക്ചറാണ്, ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന കോൺസെപ്ച്വൽ സ്ട്രക്ചറാണ്. ഈ 3 കാര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ലോക ഭാഷാശാസ്ത്രത്തിൻ്റെ വ്യത്യസ്ത വഴിധാരകളെ മലയാളത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സംസ്കൃതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തമിഴിൻ്റെ അടിസ്ഥാനത്തിൽ, ഇംഗ്ലീഷിൻ്റെ അടിസ്ഥാനത്തിൽ, പാലിയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ പറ്റി എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ത്യൻ ഭാഷാശാസ്ത്രത്തിൽ ഇത്രയേറെ പ്രസക്തനായി തീരുന്നു എന്നുള്ള. ഒരാൾ ഏത് ഭാഷയിൽ എഴുതുന്നു എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിട്ട് ഒരു വിഷയമല്ല. അത് മലയാളത്തിൽ എഴുതിയാലും ശരി, ഏത് ഭാഷയിൽ എഴുതിയാലും ശരി. അങ്ങനെയുള്ള ഒരു എഴുത്ത് മലയാളത്തിൽ നടത്തിയത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മലയാള ഭാഷയുടെ വലിപ്പത്തെ കാണിക്കാൻ ഉപകരിക്കുന്നു, മലയാളത്തിലേക്ക് ആളുകളെ എത്തി നോക്കാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെ ഒരു പന്ഥാവ് കൂടി ഉണ്ടാക്കിയ ആളാണ് ഡോക്ടർ ടി ബി വേണുഗോപാൽ പണിക്കർ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വേണുസാറിൻ്റെ നേതൃത്വത്തിൽ രാജേന്ദ്ര മാഷും അതുപോലെ ബാലുമാഷും വിഷാദ മാഷുമൊക്കെ ചേർന്നിട്ട് ഉണ്ടായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലിംഗ്വിസ്റ്റിക് ഫോറം എന്ന് പറയുന്ന സംഘടനയുടെ പിൽക്കാല രൂപമാണ് കേരള സൊസൈറ്റി ഫോർ ലിംഗ്വിസ്റ്റിക് റിസർച്ച് എന്നുള്ളത്. മാഷുടെ റിട്ടയർമെൻ്റ് സമയത്ത് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളൊരു ദേശീയ സെമിനാറുണ്ട്. അപ്പോൾ ആ സെമിനാറിൻ്റെ സംഘാടനത്തിൻ്റെ സമയത്താണ് ഈ കുൾഫ് KSLR എന്നുള്ള സംഘടനയായി മാറിയിട്ടുള്ളത്. KSLRൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആണ് ഡോക്ടർ സൈതലവി. മലയാള സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹം മലയാള സർവകലാശാല വിട്ടൊരു കോളേജിൽ ജോലി ചെയ്യാണ് സീതലവി. ഓക്കെ, ഞാൻ ഗിരീഷ് മാഷ് പറഞ്ഞ അതിന് തുടർച്ചയായിട്ട് ഇപ്പം ഞാൻ അവസാനം പറഞ്ഞ കാര്യം, വേണു സാറിന് സ്വനവിജ്ഞാനത്തോട് കുറച്ചധികം ആഭിമുഖ്യവും താല്പര്യവും മറ്റ് പല മേഖലകളിലും പണ്ഡിതനാണെങ്കിലും ആഭിമുഖ്യം ഉണ്ടായിരുന്നു ഉള്ളൊരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കത് വളരെ നന്നായി തോന്നി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വ്യാകരണ ചർച്ചയിലുടനീളം ഉണ്ടായ പല വിവാദങ്ങൾ അല്ലെങ്കിൽ പല ചർച്ചകളിലും സാറിൻ്റെ ലേഖനം വായിക്കുന്ന സമയത്ത് സ്വനവിജ്ഞാനത്തിൻ്റെയും സ്വനിമ വിജ്ഞാനത്തിൻ്റെയും വെളിച്ചത്തിലാണ് സാറിൻ്റെ നിരീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഈ അകാര ചർച്ചയിൽ, അകാര സമ്പ്രദോകാരമാണോ കേന്ദ്രസ്വരമാണോ എന്നുള്ള ചർച്ചയിൽ സാറ് അസന്നിഗ്ധമായി പല ലേഖനങ്ങളിലും ആവർത്തിച്ചൊരു കാര്യം, ഈ പരമ്പരാഗതമായ പല വൈയാകരണ സി.എൽ. ആൻ്റണി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വനവിജ്ഞാനത്തെയും ഫൊണറ്റിക്സിനെയും ഫൊണോളജിയെയും കൂട്ടിക്കലർത്തി മലയാള വ്യാകരണത്തെ അല്ലെ മലയാള ഭാഷയുടെ സ്വഭാവത്തെ നോക്കിക്കാണുന്നത് കൊണ്ടുള്ള കുഴപ്പം പലപ്പോഴും സാറിന് മാത്രമേ അത് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സാറിൻ്റെ വിയോഗത്തിന് കുറച്ച് മുമ്പ്, കഷ്ടി ഒരു മാസം മുമ്പ്, ഇങ്ങനെ ഒരു വായന ഇടയ്ക്കിടയ്ക്ക് സംശയം ചോദിക്കുന്ന കൂട്ടത്തിൽ പിന്നെ ഒരു സംശയം ചോദിച്ചിരുന്നു. അതായത് റകാരത്തിൻ്റെ ഇരട്ടിപ്പ്, ഇപ്പോൾ അറബിയിലൊക്കെ ഉള്ളതുപോലെ റകാരത്തിൻ്റെ ഇരട്ടിപ്പ്
ഇതര ദ്രാവിഡ ഭാഷകളിലുണ്ട്, അതിന് വല്ല ഉദാഹരണവും കിട്ടുമോ എന്നൊക്കെ ചോദിച്ച സമയത്ത് സാറ് ഉത്തരം പറയുന്നതിന് മുമ്പ് ആദ്യം ചോദിച്ചത് ചോദ്യം ഫൊണറ്റിക്സ് ആണോ ഫൊണോളജി ആണോ എന്നാണ്. എപ്പോഴും അതിനു മുമ്പും പലപ്പോഴും നമ്മളൊരു സംശയം ചോദിക്കുന്ന സമയത്ത് സാറ് ചോദിക്കും ചോദ്യം ഇത് ഫൊണറ്റിക്സുമായി ബന്ധപ്പെട്ട സംശയമാണ് ഫൊണോളജിയുമായി ബന്ധപ്പെട്ട സംശയം. ആ ചോദ്യം ആവർത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടിനെയും കൃത്യമായി വ്യവച്ഛേദിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷമാണ് സാറ് ഗുർറമ്മു എന്ന് പറയുന്ന കന്നഡ പദമുണ്ടെന്നും കുതിര എന്നുള്ള അർത്ഥത്തിൽ സാർ അത് വിശദീകരിച്ചത്. എന്നിട്ട് അവസാനം സാർ അത് വളരെ യുക്തിസഹമായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് റാ ഈസ് ഫൊണറ്റിക്കലി പ്ലോസീവ് ബട്ട് ഫൊണോളജിക്കലി ട്രിൽ എന്നുള്ള രീതിയിൽ സാർ അത് കൺക്ലൂഡ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ മട്ടിൽ ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ ഇത്ര വ്യക്തതയോടെ സമീപനത്തിൽ ഇത്ര വ്യക്തതയുള്ള ഒരു ലിംഗ്വിസ്റ്റ് മലയാളത്തിൽ വേറെ ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. ഇപ്പോൾ മലയാളത്തിലെ ലിംഗ്വിസ്റ്റുകളുടെ പ്യുവർ ലിംഗ്വിസ്റ്റ്, ഞാൻ വൈയാകരണന്മാരല്ല പറയുന്നത്, പ്യുവർ ലിംഗ്വിസ്റ്റുകളുടെ ഒരു എഴുത്തും അവരുടെ ഇതൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് അത് പലതും ഞാനങ്ങനെ അടച്ച് ആക്ഷേപിക്കാൻ ആളല്ല എങ്കിൽ പോലും പലതും പാശ്ചാത്യ വിവരങ്ങളുടെ ആവർത്തനം മലയാളത്തിൽ വീണ്ടും അത് ആവർത്തിക്കുന്നു, ഒരു തരം വിവർത്തന സ്വഭാവത്തിൽ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ മാഷുടെ ലേഖനങ്ങളിൽ അതല്ല എന്നുള്ളത് ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് സാറുമായിട്ട് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് അർത്ഥവിജ്ഞാനമായിരുന്നു. കാരണം സാറിൻ്റെ ഒരു പുസ്തകം അതാണല്ലോ, അർത്ഥവിജ്ഞാനമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില മെസ്സേജുകളൊക്കെ ദൗർഭാഗ്യവശാൽ 2023 ശേഷമുള്ള സാറിൻ്റെ മെസ്സേജൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. എനിക്കൊരു വലിയൊരു നഷ്ടമാണത്, ഫോൺ മാറ്റിയ സമയത്ത്. അപ്പോൾ ചിലപ്പോഴൊക്കെ സാറ് ആ താല്പര്യം മനസ്സിലാക്കി തന്നെ ചില വാക്യങ്ങൾ, പ്രത്യേകിച്ചും മലയാളത്തിൽ ഈ ലെക്സിക്കൽ സെമാൻറ്റിക്സുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സെൻറ്റൻഷ്യൽ സെമാൻറ്റിക്സ് അല്ലെങ്കിൽ ലോജിക്കൽ സെമാൻറ്റിക്സുമായി ബന്ധപ്പെട്ട് സാറ് എഴുതി വെച്ചതിലപ്പുറം വല്ലതും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കുഞ്ഞു പുസ്തകത്തിലുള്ള ഏതാനും പേജുകളിൽ പിന്നെ പൂർവ്വധാരണയെക്കുറിച്ചും വാസ്തവികതയെക്കുറിച്ചും അതുപോലെ അന്തർഭാവത്തെക്കുറിച്ചൊക്കെ സാറ് ചിന്തിച്ചതിൽ നിന്ന് അപ്പുറം വേറെ ആരും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു മെസ്സേജ് അയച്ച സമയത്ത് സാറ് ഒരു പിന്നെ എൻറ്റെയിൽമെൻറ്റ് എന്നെ കുറിച്ചുള്ള എന്തോ ഒരു കാര്യമാണ്. അപ്പം ഒരു പോസ്റ്റ് എന്തോ ഷെയർ ചെയ്ത സമയത്താണ് എനിക്ക് തോന്നുന്നത് ഇത് രസിച്ചു എന്ന് കള്ളം പറയേണ്ടതില്ലല്ലോ, രസിച്ചു എന്ന് അങ്ങനെ എന്തോ ഒരു വാക്യമാണ്. അപ്പം ഞാനത് ഇത് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ നല്ല രസകരമായൊരു വാക്യമാണല്ലോ, എൻറ്റെയിൽമെൻറ്റ് പഠിപ്പിക്കാൻ വളരെ രസകരമായ വാക്യം ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ സാർ ആ ചർച്ച വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ സാറിൻ്റെ ഒരു വലിയൊരു താല്പര്യം സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് സെൻറ്റൻഷ്യൽ സെമാൻറ്റിക്സ് ആയിരുന്നു. അതായത് ഈ വാക്യാർത്ഥ വിജ്ഞാനമായിരുന്നു. കോശിമാർത്ഥ വിജ്ഞാനത്തോടൊപ്പം തന്നെ വാക്യാർത്ഥ വിജ്ഞാനം വലിയൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ എൻ്റെ താല്പര്യത്തിൽ സംസാരിച്ചത് കൊണ്ട് അങ്ങനെ ആ ചർച്ച അങ്ങനെ വന്നു പോയതാണോ എനിക്കറിയില്ല. പലപ്പോഴും നമ്മളൊന്നും ആലോചിക്കാത്ത മട്ടിൽ ഈ പിന്നെ എന്താ പറയുക ചോംസ്കിയൻ ധാരണയിൽ അല്ലെങ്കിൽ ഭാഷാബോധം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പനത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ സെൻറ്റൻഷ്യൽ സെമാൻറ്റിക്സിനെ അല്ലെങ്കിൽ വാക്യാർത്ഥ വിജ്ഞാനത്തെ വളരെ വ്യത്യസ്തമായി നോക്കിക്കാണുന്ന ഒരു അനുഭവം മാഷുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിൽ അതിൻ്റെ തന്നെ ട്രൈബൽ ഭാഷയിൽ അതുപോലെ ചില ഗോത്ര സമൂഹങ്ങളുടെ ഭാഷയിൽ മാഷ് സവിശേഷമായ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതിൽ വയനാട്ടിലെ ആദിവാസികളുടെ ഭാഷയുമായി ബന്ധപ്പെട്ട് മാഷ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് കെ സുരേന്ദ്രൻ ത്രൂ കോപ്പി തിങ്കിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനം അതുണ്ട്. അബ്ദുൽ അസീസ് മാഷ് കൂടെ ഗവേഷണം ചെയ്തിട്ടുള്ള ആളാണ്. ലക്ഷദ്വീപിലെ ഭാഷയെക്കുറിച്ചാണ് അസീസിൻ്റെ പ്രവർത്തനം, ഗവേഷണം നടന്നിട്ടുള്ളത്. അസീസ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ 2 പേര് ലക്ഷദ്വീപിലെ ഭാഷയെക്കുറിച്ച് സാറിൻ്റെ കീഴിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഒന്ന് ആദ്യം നടത്തിയത് ഡോക്ടർ മുല്ലക്കോയാണ്, അദ്ദേഹം ഇവിടെയുണ്ട്. ലക്ഷദ്വീപിലെ ഭാഷയെക്കുറിച്ചുള്ള ഒരു പദാവലിപരമായ പഠനം എന്ന നിലയിൽ ഭാഷയെക്കുറിച്ച് നടത്തിയ ഗവേഷണമാണ്. എന്നാൽ ഞാൻ നടത്തിയിട്ടുള്ളത് ലക്ഷദ്വീപിലെ ലിഖിത ഭാഷയെക്കുറിച്ചാണ്. സാറുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതെ ഇതിനകത്തേക്ക് പോകാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അതിനു വേണ്ടിയിട്ടല്ല സാറിനെ കണ്ടത്. ഞാൻ സാറിനെ കാണുന്നത് പ്രഭാകർ വാര്യർ സാറിൻ്റെ കീഴിൽ സ്റ്റുഡൻ്റായിട്ട്
മദ്രാസിൽ MPhil ചെയ്തതിന് ശേഷം വാര്യർ സാറ് പറഞ്ഞതാണ്, വേണുവിനോട് ഞാൻ പറയാം, നീ വേണുവിൻ്റെ അടുത്ത് പോയിട്ട് ഗവേഷണം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എനിക്കന്ന് വേണു സാറിനെ അറിയ പോലും ഇല്ല. അങ്ങനെ വേണു സാറിനെ കാണാൻ വേണ്ടിയിട്ട്, ഒരു ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് ജോർജിനെ സമീപിക്കുന്നു. ജോർജിൻ്റെ സാറാണ് എന്നറിയാവുന്നത് കൊണ്ട് CJ ജോർജ് വഴിയാണ് അവിടെ ചെല്ലുന്നത്. പോയി സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് അറബി മലയാളം വായിക്കാൻ അറിയാമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അറിയാമെന്ന്. അപ്പോൾ കുറച്ച് സാധനം എടുത്ത് തന്നിട്ട് വായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വായിച്ചപ്പോൾ, നിങ്ങൾക്ക് അറബി മലയാളം വായിക്കാൻ അറിയാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ഗവേഷണം ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചിട്ട് ലക്ഷദ്വീപിലെ ലിഖിത ഭാഷയെക്കുറിച്ച്, അതൊക്കെ മിക്കവാറും 100% അറബി മലയാളത്തിൽ എഴുതിയിരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമല്ലോ എന്ന മട്ടിൽ സാറാണ് എനിക്ക് വിഷയം നിർദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ലക്ഷദ്വീപിലേക്ക് എത്തുന്നത്. അതിന് മുമ്പുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവിടെ ലക്ഷദ്വീപിലെ കുട്ടികളുണ്ടായിരുന്നു. അവരുടെ സംസാരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാവുമെങ്കിലും അവർ സംസാരിക്കുന്ന ഭാഷ എനിക്ക് മനസ്സിലാവാത്ത ഒരവസ്ഥയുള്ളതുകൊണ്ട് ഒരു കൗതുകം എനിക്ക് തോന്നിയിരുന്നു ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണമെന്ന്. ആ അർത്ഥത്തിലാണ് ഇതിനകത്തേക്ക് വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മഹേഷ് എന്നോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് സാറുമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ഏരിയ ആണല്ലോ ഈ ലക്ഷദ്വീപിലെ ഭാഷ എന്നുള്ളത്. മറ്റേ ഏരിയയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ലക്ഷദ്വീപിലെ ഭാഷയെക്കുറിച്ച്. അപ്പോൾ ഇത് മലയാളമല്ല എന്ന് ഒരു വാദമുണ്ട്. ജസരി എന്ന് പറയുന്ന ഒരു ഭാഷയാണ് എന്ന് പൂക്കുട്ടി മുഹമ്മദ് കോയ ജസരി എന്നൊരു നിഘണ്ടു പുറത്തിറക്കിക്കൊണ്ട് അദ്ദേഹം അങ്ങനൊരു വാദം ഉന്നയിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഡോക്ടർ N മുത്തുകോയ എന്ന് പറയുന്ന ആൾ ലക്ഷദ്വീപ് നൂറ്റാണ്ടുകളിലൂടെ എന്ന പുസ്തകത്തിൽ ലക്ഷദ്വീപുകാർ കേരളക്കാരേ അല്ല, അവർ പോളിനേഷ്യക്കാരായിട്ടുള്ള ആളുകളാണ്, പൂർവികരൊക്കെ അങ്ങനെയാണ്, അതുകൊണ്ട് കേരളവുമായിട്ട് അതിന് ബന്ധമില്ല, കേരള ഭാഷയായിട്ട് ബന്ധമില്ല എന്ന മട്ടിലും പറയുന്നുണ്ട്. എന്നാൽ വേണു സാറ് അതല്ല എന്നുള്ള നിലയിൽ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിലെ ആളുകൾ സംസാരിക്കുന്ന ഭാഷ നമ്മുടെ മലയാളികളുടെ ഒരു ഭാഷാഭേദം തന്നെയാണ് എന്ന മട്ടിൽ തന്നെയാണ് ഇതിനെ സമീപിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപ് മലയാളം ഭാഷാഭേദമാണോ, ഒരു ഭാഷയാണോ ഭാഷാഭേദമാണോ എന്നുള്ളൊരു ചർച്ചയുണ്ടല്ലോ. ആ ചർച്ചയിൽ പ്രഭാകർ വാര്യർ സാറ് പറയുന്നത് 75% ആളുകൾക്ക് മനസ്സിലാവുമെങ്കിൽ അത് ഭാഷാഭേദമാണ്, ആ ഭാഷയുടെ ഭാഷാഭേദമാണ്, അതല്ലെങ്കിൽ അല്ല എന്നാണ്. ഏകദേശം ഈ അർത്ഥത്തിൽ തന്നെയാണ് സോമശേഖരൻ നായരും പറയുന്നത്. ഭാഷയും ഭാഷാവാദവും തമ്മിലുള്ള വ്യത്യാസം 75% എന്നുള്ളത്. എന്നാൽ വേണു സാർ അങ്ങനെയല്ല പറയുന്നത്. വേണു സാർ പറയുന്നത് അത് സാമൂഹിക ശാസ്ത്രപരമാണ് എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന 75% കണക്കൊന്നുമല്ല പ്രധാനം. ഒരു ജനത ഇന്ന ഭാഷയാണ് സംസാരിക്കുന്നത് എന്ന് തോന്നുന്നത് അവർക്ക് തോന്നുന്ന തോന്നൽ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വേണു സാറിൻ്റെ എല്ലാ സമീപനവും അങ്ങനെയാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് എന്താ പറയുക, വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും സോമനും ഒന്നിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയിൽ സോമനോട് പറഞ്ഞു, ഞാൻ ഇന്നലെ കുറേ ആലോചിച്ചപ്പോൾ വേണു സാറ് അനുജ്ഞായ പ്രകാരത്തിൻ്റെ ആളാണ്, വിധായക പ്രകാരത്തിൻ്റെ ആളല്ല എന്ന ഒരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. വിധായക പ്രകാരം ഒരിക്കലും വേണു സാറിൻ്റെ വ്യാകരണമല്ല, മറിച്ച് അനുജ്ഞായ പ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ വ്യാകരണം. അങ്ങനെ ആവാം, എന്തുകൊണ്ടായിക്കൂടാ, അയാൾക്ക് അങ്ങനെയാ തോന്നുന്നു വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ടല്ലോ എന്ന മട്ടിലാണ് വേണു സാർ എപ്പോഴും സമീപിക്കുക. ഇത്തരത്തിലുള്ള ഒരുപാട് നിരീക്ഷണങ്ങൾ വേണു സാറിനുണ്ട്. അതാണ് നമ്മളെ ആകർഷിക്കുന്നത്. നേരത്തെ സോമൻ പറഞ്ഞതും അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ഭാഷയിൽ നിന്ന് ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരു സമീപനമാണ് എന്ന്. കാരണം അദ്ദേഹം ഇങ്ങനെ നടന്ന് ജീവിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം 8 കൊല്ലത്തോളം എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഗവേഷണം. അപ്പോഴൊക്കെ ഞാൻ സാറിനോട് ഭയങ്കര വിഷമം പറയും. കാരണം ഗവേഷണം തുടങ്ങിയത് ബാലു സാറിൻ്റെ കീഴിലാണ്. ആ സമയത്ത് ബാലു സാറിൻ്റെ കീഴിൽ PhD തീസിസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, ആദ്യം തന്നെ തുടങ്ങുന്ന സമയത്ത് വേണു സാറിൻ്റെ കീഴിൽ ഒഴിവില്ലാത്തത് കൊണ്ട് ബാലു സാറിൻ്റെ കീഴിൽ തുടങ്ങുന്നു. വേണു സാറിൻ്റെ കീഴിൽ ഒഴിവ് വന്നപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ബാലു സാർ വളരെ സ്ട്രിക്റ്റാണ്, കൃത്യമായിട്ട് ഇത്രാം തീയതി കാര്യങ്ങൾ ചെയ്തു വരണം എന്ന മട്ടിൽ. വേണു സാറിൻ്റെ അടുത്തെത്തിയപ്പോൾ വളരെ ലൂസായി. അങ്ങനെ ഇടയ്ക്ക് ഞാൻ വേണു സാറിനോട്, സാറേ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വല്ലാതെ വിഷമാവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, എന്താ നിൻ്റെ വിഷമം എന്ന് ചോദിച്ചു. അവൻ ഇത്രയും കാലമായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, 6 കൊല്ലം കഴിഞ്ഞല്ലോ എന്ന്. എന്നോട് പറഞ്ഞു, ഞാൻ 8 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് കൊടുത്തത്. ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനുഷ്യനെ ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ താങ്കളുടെ സമയം തീരെ കുറഞ്ഞു പോയിട്ടില്ല, ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇന്ന് അത്രയധികം പ്രതിപക്ഷ ബഹുമാനമുള്ള, എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകിപ്പോകുന്നതെന്നറിയോ? ചിലപ്പോൾ ദിവസം ഞാൻ വേണു സാറിനെ കാണാൻ വരും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ സംസാരിക്കും. ലക്ഷദ്വീപ് ഭാഷ മാത്രം ഉണ്ടാവില്ല, ബാക്കിയുള്ള എന്തെല്ലോ കാര്യങ്ങൾ സാറ് സംസാരിക്കും. നമ്മളിങ്ങനെ വിസ്മയത്തോടു കൂടി കേട്ടിരിക്കുക എന്ന് മാത്രമല്ല,
ഇതൊക്കെ എനിക്കറിയാവുന്നതാണെന്നുള്ള മട്ടിലാണ് പറയുക. വേണു സാറിന് അറിയാവുന്നതും ഞാൻ അറിയാവുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലാവും. വേണു സാറിന് ഒരിക്കലും മനസ്സിലാവില്ല. ഈ മനുഷ്യന്മാർക്കൊക്കെ എന്നേക്കാൾ കൂടുതൽ വിവരമുണ്ട് എന്ന മട്ടിലാണ് വേണു സാർ സംസാരിക്കുക. നമ്മളിങ്ങനെ വിസ്മയത്തോടു കൂടി അത് കേട്ടോണ്ടേയിരിക്കും. അപ്പോൾ പോട്ടെ, ആ വഴിക്ക് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു പിന്നെ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി പറയാനുള്ളത്, ഈ പല വാക്കുകളും ലക്ഷദ്വീപിലെ വാക്കുകളും ഇപ്പോൾ തന്നെ മുല്ലക്കോയ ഇവിടെയുണ്ട്. മുല്ലക്കോയയുടെ തിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ലക്ഷദ്വീപിൽ ഇരിക്കുക എന്നുള്ളതിന് ലൈ എന്നാ പറയുക. ഇരിക്കുക, നീ അവിടെ ലൈ എന്നാണ്. ഇത് നമ്മളൊരു വ്യത്യസ്തമായ ഒരു സംഗതിയായിട്ടാണ് തോന്നുക. വേണു സാറ് അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ഉള്ളിൽ ഈ സ്വനവിജ്ഞാനം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു വളരെ പെട്ടെന്ന് അത് ഇളയ്ക്കുകയല്ലേ. മലബത്തന്മാരുടെ ഭാഷയിൽ, ആദിവാസി ഭാഷയിൽ ഇളയ്ക്കുക എന്നുള്ളതാണല്ലോ എന്ന് പറയും. അപ്പോൾ ഇളയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഈ പോയി ആദ്യത്തിൽ. അതിലെന്താ അത്ഭുതം? ഇളക്കിയയുടെ ആദ്യാക്ഷരം ഈ പോയി, പിന്നെ ലയിക്കുക എന്നല്ലേ ലൈ, അതല്ലേ ലക്ഷദ്വീപ് ഭാഷ. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്തരത്തിലുള്ള നിരീക്ഷണം വെറുതെ വരികയല്ല, മറിച്ച് അത് ഉള്ളിൽ നിന്ന് വരികയാണ്. നേരത്തെ സോമൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഇങ്ങനെയാണ് നോക്കിക്കൊണ്ടേയിരിക്കുന്നത്, നടന്നുകൊണ്ടേയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ അദ്ദേഹം അതിങ്ങനെ പറയും. ഇങ്ങനത്തെ കുറേ വാക്കുകൾ, ഒരുപാട് വാക്കുകൾ ഈ അർത്ഥത്തിൽ നമ്മളെ പിന്നെ പറയണതുണ്ട്. പിന്നെ ആക്കൂട, സംയോജിക വിഭക്തി പ്രത്യയമായിട്ട് ആക്കൂട കാണുന്നുണ്ട് ലക്ഷദ്വീപ് ഭാഷയിൽ. അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ മാഷ് ഇതും ആദിവാസി ഭാഷ എന്ന് വന്നതാണ്, ഓളാക്കൂട എന്നൊക്കെയുള്ള സംഗതികൾ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദ്വീപിൻ്റെ പ്രയോഗമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എൻ്റെ ഒരു ഓർമ്മയിലുള്ളത് ഊൻ എന്ന് പറയുന്നതാണ്. അവനൂൻ, അവന് എന്നുള്ളതിന് അവനൂൻ എന്ന് പറയുന്ന ഒരു സംഗതി ലക്ഷദ്വീപിൽ മാത്രമുള്ളതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ ചില കാര്യങ്ങൾ, എനിക്ക് കൂടുതലായിട്ട് അത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല, പ്രത്യേകിച്ചും ലക്ഷദ്വീപ് ഭാഷയെക്കുറിച്ച് സംസാരിക്കാനില്ല. ആകെ മാഷോടുള്ള ഒരു അടുപ്പവും സ്നേഹവും തന്നെയാണ് മനസ്സിലുള്ളത്. മാത്രമല്ല, എങ്ങനെയായിരിക്കണം ഒരാൾ എന്നുള്ളതിൻ്റെ ഒരു നിദർശനം കൂടിയായിരുന്നു അദ്ദേഹം, നിലപാട് കൊണ്ടും എല്ലാ കാര്യവും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാനൊരു സെപ്റ്റംബർ 5 പ്രിയപ്പെട്ട മാഷന്മാരെ വിളിക്കുക എന്നൊരു തോന്നലിൻ്റെ ഭാഗമായിട്ട് വേണു സാറിനെ വിളിച്ചു. ഒരു 4-5 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു. വേണു സാറിനെ വിളിച്ച് ഏകദേശം 1 മണിക്കൂറോളം വേണു സാർ സംസാരിച്ചു ഫോണിൽ കൂടി. സാറിന് അങ്ങനെ ഒരു കണക്കുമില്ല. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും തിരക്കേണ്ടതൊന്നുമില്ല. സാറിങ്ങനെ രസിച്ച് പറയും, അത് നമ്മളിങ്ങനെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വിളിച്ചപ്പോൾ, നീ ഇന്ന് വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്തോ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സെപ്റ്റംബർ 5 ആണല്ലോ, അപ്പോൾ എനിക്ക് ഗുരുവിനെ ഒന്ന് വിളിക്കണം എന്ന് തോന്നി എന്ന് പറഞ്ഞു. ആ വാക്കിൻ്റെ മുകളിൽ മാഷ് പിടിച്ചു. ഗുരുത്വം എന്ന് പറയുന്നൊരു വാക്കില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് പറഞ്ഞു, ഗുരുത്തക്കേടാ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ തോന്നുന്നത് ഗുരുത്തക്കേടാണ് ഏറ്റവും വലിയ ഗുണം എന്നാണ്, ഗുരുത്വമല്ല. നീ വിളിക്കുന്ന ഗുരുത്വത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന മട്ടിൽ ഗുരുത്തക്കേടിനെ കുറിച്ച് അതിമനോഹരമായി സംസാരിച്ചു. എത്ര നേരം എന്നറിയോ? ഏറ്റവും പുതിയ കാലഘട്ടത്തിലുള്ള ചിന്തകളാണ് അദ്ദേഹം പങ്കുവെച്ചത്. ഈ ഗുരുത്വം എന്ന് പറയുന്ന സങ്കല്പത്തെ ഗുരുത്തക്കേട് എന്ന് പറയുന്ന വാക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പുതിയ ഒരു സാധ്യതകൾ, മറ്റൊരു മനുഷ്യനെ എങ്ങനെ അംഗീകരിക്കണം, അതിൻ്റെ ഒരു ജനാധിപത്യ ബോധം, പ്രതിപക്ഷ ബഹുമാനം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അതിൽ ഞാൻ മാത്രം വലുത്, നീ അതൊക്കെ കേൾക്കേണ്ട ആളെന്നുള്ളതല്ല, നീ തന്നെയും വലുത് എന്ന അർത്ഥത്തിലുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു. അന്ന് ആ വിളിയിൽ ഞാനിങ്ങനെ പല കാര്യങ്ങളും ഓർത്തുപോയി. സത്യം പറയുകയാണെങ്കിൽ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എന്തായിരിക്കണം എന്ന് ഞാൻ എന്നെ തന്നെ നിരന്തരം തിരുത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. ഞാൻ കൂടുതൽ പറയുന്നില്ല, അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സൈക്കോ ലിംഗ്വിസ്റ്റിക്സിൻ്റെയും അതുപോലെ തിയറിയുടെയും മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ശ്രീവത്സൻ. മാഷയുടെ ഈ മേഖലയിലെ താല്പര്യങ്ങളെക്കുറിച്ച് ശ്രീവത്സന് പറയാം. പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ ഒരു ചെറിയ ക്ഷമാപണത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. രാവിലത്തെ ഡോക്യുമെൻ്ററി എന്ന് പറയാവുന്ന ഒരു ചേർത്ത് വെപ്പ്, അതിൽ വേണു സാറ് വ്യാപരിച്ച മേഖലയുടെ വളരെ ചെറിയൊരു അംശം മാത്രമേ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് കുറ്റബോധത്തോടെ ഏറ്റു പറയട്ടെ. അതിന് സമയം ഒരു ചെറിയൊരു കാരണമായിരിക്കാം. അത് മാത്രമല്ല, അത് കൂടുതൽ ആഴത്തിൽ ചെയ്യേണ്ട
ഒരുപക്ഷെ വേണു സാറെ അടയാളപ്പെടുത്തേണ്ട, ശരിയായ രീതിയിൽ അടയാളപ്പെടുത്തേണ്ട വിധത്തിലല്ല ചെയ്തിട്ടുള്ളതെന്നുള്ള ഒരു ഏറ്റുപറച്ചിലോടെ തുടങ്ങട്ടെ. ഞാനും വേണു സാറും തമ്മിൽ ഒരു ക്ലാസ് റൂം ബന്ധമല്ല ഉള്ളത്. MA-ക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പം JRF കിട്ടി. ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചു വേണു സാറിൻ്റെ കീഴിലായിരിക്കും ഗവേഷണം ചെയ്യുന്നതെന്ന്. എനിക്ക് അറിഞ്ഞുകൂടാ, എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാ, എങ്ങനെയാണ് അറിയില്ല. അങ്ങനെ ഇതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ബോർഡ് നോക്കിയിട്ടാണ് ഞാൻ വേണു സാറുടെ റൂമിലേക്ക് പോകുന്നത്. ആദ്യത്തെ സംഭാഷണത്തിന് ശേഷം, ഞാൻ പട്ടാമ്പി കോളേജിൽ പഠിച്ചതാണ്, എൻ്റെ പേര് ശ്രീവത്സൻ എന്നാണ് എന്ന് പറഞ്ഞപ്പം എനിക്ക് അറിഞ്ഞൂടെ എത്ര സുഹൃത്തുക്കൾക്ക് ഇക്കാര്യം അറിഞ്ഞെന്ന്. മേശ വലിപ്പ് തുറന്നിട്ട് സാറ് ഞാൻ ആ വർഷം PGക്ക് ലിംഗ്വിസ്റ്റിക്സ് പേപ്പർ എഴുതിയ ആൻസർ പേപ്പർ എടുത്ത് മുമ്പിലിട്ടു. ഇത് വെച്ച് എനിക്ക് കുറച്ച് പണിയെടുക്കേണ്ടി വന്നു കേട്ടോ എന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അന്ന് മുതൽക്ക് തുടങ്ങിയതാണ്. അന്നും ഇതേപോലെ തന്നെ സാറിൻ്റെ കീഴിൽ ഒഴിവില്ലാത്തതുകൊണ്ട് ബാലു സാറ് അന്ന് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഒരു ടോപ്പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. സാറ് പിന്നെ കുറേ പുസ്തകങ്ങളൊക്കെ തന്ന് പോയി അതൊക്കെ പഠിച്ചിട്ട് വരാൻ പറഞ്ഞു, ഒരു ആദ്യത്തെ ഘട്ടം എന്നുള്ളതിലേക്ക്. പക്ഷേ അപ്പോഴേ വേണു സാറുമായിട്ടുള്ള സംഭാഷണത്തിൽ എങ്ങനെയോ ഈ കൊങ്കണി ഭാഷ കടന്നു വരികയും ഈ ലാംഗ്വേജ് കൺവെർജൻസിനെ കുറിച്ചുള്ള ഒരു പഠനമാവാം എന്ന് പറയുകയും, അപ്പം ബാലു സാർ അതിന് വേണ്ട തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് തന്നു, വേണു സാർ അതിൻ്റെ ജീവത്തായ സംഗതികളും തന്നു. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. കാലങ്ങളോളം ഞാൻ ഇതുപോലെ കുറേ ഉഴപ്പി നടന്നിട്ടാണ്. ആദ്യം കുറേ കാലമൊക്കെ ഫെലോഷിപ്പ് കിട്ടിയില്ല എന്നുള്ള പേരിൽ ഞാൻ വിഷയത്തിൽ നിന്ന് മാറി നടന്നു. പിന്നെ കൊങ്കണി പഠിക്കാം എന്നുള്ള പേരിൽ, കാരണം എനിക്ക് അന്നും ഇന്നും കൊങ്കണി ഭാഷ അറിഞ്ഞുകൂടാ. ഇപ്പോഴൊക്കെയല്ലേ തുറന്ന് പറയാൻ പറ്റൂ. വേണു സാറ് എവിടെയെങ്കിലും ഇരുന്ന് ഇത് പൊറുക്കുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അടുത്ത കാലത്താണ്, ഒരു വർഷത്തിനുള്ളിലാണ് സാറ് ഒരു ദിവസം രാത്രി 11:30 എന്നെ വിളിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് വളരെ പേഴ്സണലായിട്ടുള്ള പല കോൺവെർസേഷനിലുമാണ് സാറ് വളരെ ശക്തമായിട്ടുള്ള പല വിഷയങ്ങൾ അവതരിപ്പിക്കാറ്. ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് ഉറങ്ങിയില്ലല്ലോ എന്ന് ചോദിച്ചു. ഇല്ല സാർ, എന്താ? അതെ, തൻ്റെ തീസിസിൽ എന്ന് പറഞ്ഞിട്ട് ആ തീസിസിനകത്തെ പല പ്രശ്നങ്ങളും പറയായിരുന്നു. ഞാനത് 1999 സബ്മിറ്റ് ചെയ്ത തീസിസാണ്. പക്ഷേ സാറിപ്പോഴും അത് വീണ്ടും മറിച്ച് നോക്കി അതിനകത്തെ പ്രശ്നങ്ങൾ പറയുകയും അത് നമുക്ക് തിരുത്തണം, നമുക്കത് ഒന്നുകൂടി ശരിയാക്കാനുണ്ട് എന്ന് ഈ വർഷം അടക്കം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇത് പറഞ്ഞ പ്രകാരമാണെങ്കിൽ സാറുടെ ഒരു അഭിപ്രായം അനുസരിച്ച് വ്യാകരണവും, നേരത്തെ പറഞ്ഞല്ലോ, ജോർജ് മാഷും പറഞ്ഞു, വ്യാകരണവും ഭാഷാശാസ്ത്രവും തമ്മിലുള്ള ഒരു അതിർവരമ്പ് ബാധകമല്ല എന്നും, വ്യാകരണം എന്ന് പറയുന്നത് ഭാഷയുടെ സ്വഭാവമാണ് എന്നാണ് വേണു സാർ പല രീതിയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഭാഷയുടെ നിയമമല്ല, ഭാഷയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് നമുക്ക് പല വ്യാകരണ നിയമങ്ങളും മലയാളികൾക്ക് മലയാളത്തിൻ്റെ കാര്യത്തിൽ തിരുത്താൻ കഴിയും, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഭാഷ സംസാരിക്കുന്നവരുടെ അവകാശമാണ് വ്യാകരണം, അല്ലാതെ വൈയാകരണന്മാരുടേതല്ല. ഇത് സ്ഥാപിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഈ പാരമ്പര്യത്തെ അല്ലെങ്കിൽ ക്ലാസ് സിസ്റ്റത്തെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അങ്ങനെ കാലത്തിൻ്റെ രീതിയിലല്ല നമ്മൾ പാരമ്പര്യത്തെ കാണേണ്ടത്. നമ്മുടെ സ്വത്താണ് ഇതൊക്കെ, നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നതാണത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും പഴയ കാലത്തെയും ഏറ്റവും പുതിയ കാലത്തെയും അറിവ് നമുക്ക് അവകാശപ്പെട്ടതാണ്. ഇത് ആരുടെയും കുത്തകയല്ല. ഇതാണ് അദ്ദേഹം സംസ്കൃതത്തിൻ്റെ കാര്യത്തിലൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു പ്രഭാഷണത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, മന്ത്രങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഓം എന്ന മന്ത്രത്തിന് ഒരർത്ഥവുമില്ല എന്ന് ഈ കാലഘട്ടത്തിൽ ഉറച്ച് പറയാൻ ധൈര്യമുള്ള സ്കോളറാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ വ്യാകരണവും ഭാഷാശാസ്ത്രവും തമ്മിലും, വ്യാകരണവും സാഹിത്യവും അല്ലെങ്കിൽ ഭാഷയും സാഹിത്യവും തമ്മിലും ഒന്നും ഇങ്ങനെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് അല്ലെന്നും, എല്ലാം പരസ്പരം കയറി ഇറങ്ങുന്ന സഞ്ചാരപഥങ്ങളാണെന്നും സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ഇപ്പം ഏറ്റവും പുതിയ കാലത്തെ ചിന്തയായിട്ടുള്ള ഈ ലിംഗ്വിസ്റ്റിക് ടേണിനൊക്കെ ശേഷമുള്ള ചിന്തയായിട്ടുള്ള സർവം ഭാഷാമയം എന്ന് പറയുന്നതൊക്കെ അദ്ദേഹം തന്നെ ഒരിക്കൽ പേഴ്സണൽ കോൺവെർസേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആളുകളൊക്കെ എന്നെ ഒരു ഭാഷാ മൗലികവാദിയായിട്ടാണ് കാണുന്നത്, ഭാഷയല്ലാതെ പിന്നെന്താണുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ഈ പോസ്റ്റ്മോഡേണിസ്റ്റിൽ കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആവേശത്തിൽ ഞാൻ ചാടിക്കയറി പറഞ്ഞു, ഇത് തന്നെ ആണല്ലോ സാർ ദർദയും മറ്റുമൊക്കെ പറയുന്നത്. ദർദയൊന്നുമല്ല, എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇത് എത്രയോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദർദയും അത് കേട്ട് കാണും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഭാഷയോടുള്ള പക്ഷപാതിത്വം എന്ന് പറയുന്നത്
സാഹിത്യമായിട്ടും വ്യാകരണമായിട്ടും ഒക്കെ ഇടകലർന്ന് കിടക്കുന്ന ഒന്നാണെന്നും ആ സത്തയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും അതുകൊണ്ട് പാരമ്പര്യം വീണ്ടും ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മറ്റാരുടെയും കുത്തകയല്ല എന്ന്. ആ അർത്ഥത്തിലൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ ശിഷ്യരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് സംശയം ചോദിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നോക്കിക്കാണാനും, പലപ്പോഴും ഞങ്ങളൊക്കെ ഒന്നിച്ച് സെമിനാറിൽ പങ്കെടുക്കേണ്ട മഹാഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സെഷന് ശേഷമൊക്കെ പലപ്പോഴും പേപ്പർ അവതരിപ്പിക്കേണ്ടി വരുമ്പം എനിക്ക് പേടിയാണ്, വേണു സാർ ഉണ്ടാകുമ്പം എൻ്റെ കുറ്റപ്പാടുകളൊക്കെ ഞാൻ അവിടെ അവതരിപ്പിക്കാൻ പാടുമെന്നൊക്കെ. പക്ഷേ അദ്ദേഹം വളരെ ശ്രദ്ധയോടെ നിന്നിട്ട് അതെല്ലാം കേട്ട് അതിനകത്തെ ഒരുപക്ഷെ ആ സദസ്സിൽ ആരും ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം അതിനകത്ത് ചോദ്യം ചോദിക്കുമായിരുന്നു. പലപ്പോഴും നമ്മൾ മാതൃഭൂമി ആഴ്ചവകുപ്പിൽ ആദ്യം കാണുന്നത് തൊട്ട് മുമ്പുള്ള അത്രയൊന്നും പ്രധാനമല്ലാത്ത ഒരു ലേഖനത്തിലെ ഒരു ഫാക്ച്വൽ എററിനെ കുറിച്ച് അദ്ദേഹം എഴുതുന്ന വായനക്കാരുടെ കത്തുകളായിരിക്കും. ഇതൊക്കെ ഒരു സ്കോളറുടെ ഉത്തരവാദിത്വമാണെന്നും അതിൽ വലിപ്പ ചെറുപ്പങ്ങൾ പ്രധാനമല്ലെന്നും അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ അറിയാൻ ശ്രമിക്കും തോറും വലുതായി കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ്. ഇനിയും അദ്ദേഹം ഒരുപാട് വലുതായി തന്നെ ആയിരിക്കും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു 5 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. ഒരു പോയിൻ്റ് വളരെ പ്രധാനമായത് പറയാൻ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നത് നിലപാടുകളെ കുറിച്ചാണ്. മാഷ് വളരെ കൃത്യമായ അർത്ഥത്തിൽ പൊളിറ്റിക്കലാണ് എന്ന് പറയാവുന്ന രീതിയിൽ വളരെ വ്യക്തമായ നിലപാടുകൾ, അത് ഭാഷയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും മാത്രമല്ല ദൈനംദിന ജീവിതത്തെക്കുറിച്ചും പൊതുവിലുള്ള നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ഒരു നിലപാട് മാഷ് പുലർത്തിപ്പോന്നിരുന്നു എന്ന് ആണ്. മാഷ് വളരെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ് അത്. ഇത് നേരത്തെ ഗിരീഷ് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരാം. അതായത് ഇന്ത്യയിലെ ഭാഷകളിൽ മൊത്തത്തിൽ സാങ്കേതിക സംജ്ഞകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വൻ പദ്ധതി ഉണ്ടാകുന്നത് വളരെ മുമ്പാണ്. അപ്പോൾ ആ ഒരു പദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ടാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സാങ്കേതിക സംജ്ഞാവലി ഉണ്ടാകുന്നതും അത് വളരെ കൂടിയ അളവിൽ അത് സംസ്കൃതാശ്രിതമായിട്ടുള്ളൊരു പദാവലിയായി മാറുകയും ചെയ്യുന്നു. ഞാൻ അലിഗഡ് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഉള്ള ഒരു അധ്യാപകൻ പറഞ്ഞപ്പോഴാണ് ഞാൻ വളരെ കൗതുകരമായ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് നമ്മൾ പഠിച്ച ഹിന്ദിയിൽ വെള്ളം എന്ന അർത്ഥത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഹിന്ദി വാക്ക് പാനി എന്നാണ്. അതേസമയം കഴിഞ്ഞാൽ UP-യിൽ അലിഗഡുള്ള ഉത്തർപ്രദേശിൽ അക്കാലത്ത് അവിടുത്തെ വാട്ടർ അതോറിറ്റിക്ക് പാനി എന്ന വാക്കല്ല അവർ ഉപയോഗിക്കുന്നത്, ജൽ എന്ന വാക്കാണ്. അപ്പോൾ ഈ സംസ്കൃതത്തിലുള്ള ഇത്തരം വാക്കുകൾ അക്കാലത്ത് ഉപയോഗിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള അധികാര പ്രയോഗത്തിൻ്റെ രൂപമായിട്ടാണ് ഇന്ന് ഇത്തരം വാക്കുകൾ. മലയാളത്തിലെ ഒരു ടെലിവിഷൻ ചാനലിൽ സംസ്കൃതത്തിൽ വാർത്തയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഞാനത് കണ്ട് ഞാനത് അന്താളിച്ചു. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഈ സംസ്കൃത വാർത്ത മലയാളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ സംപ്രേഷണം ചെയ്യുന്നത്? അതിൽ വളരെ ഭാഷയെ സംബന്ധിക്കുന്ന ഭാഷ നിലപാട് മലയാളത്തിൻ്റെ ദ്രാവിഡ വേരുകൾ അതിൽ ആവർത്തിച്ച് പോവുകയും അതിൻ്റെ ദ്രാവിഡ പഴമകളിലേക്ക്, മലയാളത്തിൻ്റെ ദ്രാവിഡ പഴമകളിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. ഇതിനെക്കുറിച്ച് ഒരു കൂട്ടിച്ചേർക്കാൻ ഗിരീഷ് ഉണ്ടാവും. അതോടെ നമുക്കിത് അവസാനിപ്പിക്കാം. താങ്ക് യു മഹേഷ്. ദ്രാവിഡം എന്ന പദത്തിന് പല അർത്ഥമാണല്ലോ. ഒന്ന്, ദ്രാവിഡ സംസ്കാരത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പദം. തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് തമിഴിൻ്റെ പര്യായ പദമാണ്. വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, വേണു സാർ എഴുതിയിട്ടുള്ള സാഹിത്യ ലേഖനങ്ങളിൽ അല്ലെങ്കിൽ സാഹിത്യ വിമർശകരെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള ലേഖനങ്ങളിൽ ഏറ്റവും മികച്ചത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡോക്ടർ C. രാജേന്ദ്രൻ എഡിറ്റ് ചെയ്തിട്ടുള്ള വിശ്വനാഥൻ മാഷ്ടെ ലേഖനങ്ങളിൽ ഗദ്യഭാഷ, R. വിശ്വനാഥൻ്റെ ഗദ്യഭാഷ എന്നൊരു ഭാഗം അവസാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ദ്രാവിഡം എന്നുള്ള പദത്തിന് വേണു സാർ കൊടുക്കുന്ന അർത്ഥം ലാളിത്യം എന്നാണ്. ലാളിത്യം.
അപ്പോൾ ദ്രാവിഡത്തിൽ എഴുതുക അല്ലെങ്കിൽ സംസ്കൃതം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കുറേ കൂടി ലളിതമായ രീതിയിലേക്ക് എഴുതുക എന്നുള്ള അർത്ഥത്തിലാണ് വേണു സാർ അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് സാർ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളത്. വേറൊരു സംഗതി എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സബ്ജക്റ്റ് സ്വനവിജ്ഞാനം കഴിഞ്ഞ ഫിലോളജി ആയിരുന്നു. ഫിലോളജിയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു നേരായ തർജ്ജമ മലയാളത്തിലില്ല. ഭാഷാശാസ്ത്രത്തിന് മുമ്പ് ഭാഷയുടെ ഉദ്ഭവ വികാസ പരിണാമ ചരിത്രത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്തിന് അതാണ് ഫിലോളജി, അതിനെ നമ്മൾ ഭാഷാവിജ്ഞാനം എന്നാണ് പറയുന്നത്. ആ പദം ഒരിക്കലും ചേരില്ല എന്ന് സാർ അവസാന കാലത്ത് വരെ അത് പറഞ്ഞിരുന്നു. അവസാനം അദ്ദേഹം പങ്കെടുത്ത സെമിനാറിൽ ഫിലോളജിയുടെ ഒരു റിവിഷൻ ആയിരുന്നു, അതെങ്ങനെ കാണണം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഉന്നയിക്കുന്നത് സോഷ്യൽ ഗ്രാമറിനെ കുറിച്ചിട്ടാണ്. സോഷ്യൽ ഗ്രാമർ എന്നിപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്കൊക്കെ തരാവുന്ന രീതിയിൽ സാമൂഹ്യ ഭാഷാശാസ്ത്രത്തെക്കുറിച്ചിട്ടൊന്നും അദ്ദേഹം എഴുതിയിട്ടില്ല. എന്നാൽ സാമൂഹ്യ ഭാഷാശാസ്ത്രത്തെ അത് വളരെ മതിപ്പോട് കൂടിയിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഗ്രാമർ, ഫിലോളജി എങ്ങനെ സോഷ്യൽ ഗ്രാമറിലേക്ക് വ്യാവർത്തനം ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു കൃതി അത് രചിക്കപ്പെടുന്ന സാംസ്കാരിക സന്ദർഭം സാമൂഹ്യ സന്ദർഭത്തിൻ്റെ അടയാളമാണ്. അങ്ങനെയേ നമ്മൾ സാഹിത്യകൃതിയെ വിലയിരുത്താൻ പറ്റൂ, അങ്ങനെയേ നമ്മൾ വ്യാകരണത്തെ കാണാൻ പറ്റൂ എന്നാണ് അദ്ദേഹം ഫിലോളജി എന്ന് പറയുന്ന ലേഖനത്തിൽ എഴുതിയത്. വളരെ പ്രസിദ്ധമാണ്. അത് മാത്രമല്ല, ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഗുരു സഞ്ചരിച്ചിരുന്നു SV ഷൺമുഖം സോഷ്യൽ ഗ്രാമർ എന്നുള്ള ഒരു കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മലയാളത്തിലെ ലീലാതിലകത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. കേരള പാണ്ഡ്യത്തെക്കുറിച്ചിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് ലാംഗ്വേജ് പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലാംഗ്വേജ് പ്ലാനിങ് എന്നൊക്കെ പറയുന്നത് വളരെ അധികം സൈദ്ധാന്തികമായി ആളുകൾ പറയുന്ന കാര്യത്തെ വേണു സാർ വളരെ ലളിതമായി അതിൻ്റെ സൈദ്ധാന്തികം പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ എഴുത്തുകാരനും എല്ലാ എഴുത്തുകാരിയും ലാംഗ്വേജ് പ്ലാനേഴ്സ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ വ്യാകരണവും ചെയ്യുന്ന ധർമ്മം എന്ന് പറയുന്ന ലാംഗ്വേജ് പ്ലാനിങ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിർദ്ദേശാത്മക വ്യാകരണത്തെ അഥവാ പ്രിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്സിനെ അങ്ങനെ തള്ളി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് ലാംഗ്വേജ് പ്ലാനിങ് ആണ്. ഭാഷയിലെ ശരിതെറ്റുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് ഇതെല്ലാം കാര്യത്തെയാണത് പറയുന്നതെന്ന് അദ്ദേഹം എപ്പോഴും ഊന്നാറുണ്ട്. അത് ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ ഒരു ഫാഷൻ ട്രെൻഡ് ബ്ലൂംഫീൽഡ് കൊണ്ടുവന്നതിനനുസരിച്ചിട്ട് അത് ഡിസ്ക്രിപ്റ്റീവാണ്, വിവരണാത്മകമാണ്, ഏകകാലികമാണ്. സസൂറും ഏകകാലികത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു. അത് തിരുത്തിക്കൊണ്ട് ഏകകാലിക സന്ദർഭത്തിലെ ചില നിരുക്തികൾ, ചില ഭാഷാ അർത്ഥങ്ങളെ അല്ലെങ്കിൽ ഭാഷാ വ്യാഖ്യാനങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബഹുകാലികമായി അതിനെ കണ്ടേ പറ്റുള്ളൂ, ചരിത്ര സന്ദർഭം അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറയാറുണ്ട്. നിരുക്തി വെച്ചുകൊണ്ട് തന്നെ വിശ്വനാഥ മാഷുടെ ഗദ്യലേഖനത്തെക്കുറിച്ച് എഴുതിയിട്ടില്ല. അതിലൊരു നിരുക്തി നമുക്ക് കുറച്ച് കുസൃതിയുള്ളൊരു നിരുക്തിയാണ്. ഇപ്പോൾ കരി ആനയ്ക്കുള്ള ഒരു പര്യായം കരി എന്നുള്ളതാണ്. എന്തുകൊണ്ട് ആനയ്ക്ക് കരി എന്നുള്ള അർത്ഥം കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് കറുത്തതായതുകൊണ്ടാണ്. കരി കലക്കിയ വെള്ളത്തിൽ കുളിച്ചു, കളഭം കലക്കിയ വെള്ളത്തിൽ കുളിച്ചു, അമ്പലപ്പുഴ രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള കവികൾ തമ്മിലുള്ള നമ്മുടെ നളയരുതകാരനും കുഞ്ചൻ നമ്പ്യാരും തമ്മിലുള്ള വിവാദത്തിലൊക്കെ കരി എന്ന് പറഞ്ഞാൽ നമുക്ക് കറുപ്പാണ്. അപ്പോൾ സാറ് പറയുന്നത് കരമുള്ളതാണ്. കരം എന്ന് വെച്ചാൽ തുമ്പിക്കരം ഉള്ളതാണ്, തുമ്പിക്കൈ ഉള്ളത് കൊണ്ടാണ് അതിന് കരി എന്നുള്ള അർത്ഥമുണ്ട്. ഇങ്ങനെ നിരുക്തിയിൽ പോലെ ഒരു വേറിട്ട ചിന്ത കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, ഇപ്പോൾ സംസ്കൃതത്തോട് അദ്ദേഹം എടുത്തിരുന്ന നിലപാടിനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഒരിക്കലും ലാംഗ്വേജ് റിവൈവലിസത്തിൻ്റെ വക്താവേ അല്ല അദ്ദേഹം അതിനെ പലതരത്തിൽ തള്ളിപ്പറയുകയാണ് ചെയ്തത്. ആ തള്ളിപ്പറയുന്നതിലുണ്ട് നമ്മുടെ തമിഴ് ഭാഷയെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത്. തമിഴർ ഈ സംസ്കൃതം ഒഴിവാക്കിക്കൊണ്ട്, ഇപ്പോൾ പെരിയാർ മൂവ്മെൻറ്റോട് കൂടിയിട്ട് വരുന്നതാണ്, സംസ്കൃത പദങ്ങളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ദ്രാവിഡ പദാവലികളാക്കി മാറ്റുക എല്ലാ വ്യവഹാരങ്ങളും എന്ന് വിശ്വസിച്ചിരുന്നു. അതൊക്കെ അറിവില്ലായ്മയാണെന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഉദാഹരണ സഹിതം പറയുകയും ചെയ്യുന്നു. ഈ പെരിയാറിൻ്റെ ആശയങ്ങൾ പറഞ്ഞത് പലതും സംസ്കൃത പദങ്ങളിലായിരുന്നു. അത്തരത്തിൽ റിവൈവൽ ട്രെൻഡിനെ എതിർക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഭാഷാ പുനരുദ്ധവാദത്തിന് അദ്ദേഹം എതിരായിരുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കുറേ ലേഖനങ്ങൾ വീണ്ടും സാറ് പലപ്പോഴും എഴുതുന്ന ലേഖനങ്ങളൊക്കെ വായിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെ വീണ്ടും ഇപ്പോൾ ഗൗരവമായിട്ട് അതിനെ
പിൻപറ്റുമ്പോഴാണ് അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഒരു ഗരിമയും നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. അങ്ങനെയാണ് മലയാളത്തിൻ്റെ ഭാഷാശാസ്ത്രം ഇനി വരുന്ന തലമുറ അടയാളപ്പെടുത്താൻ പോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. ഈ സെഷൻ്റെ ഒരു കൺക്ലൂഡിങ് റിമാർക്സ് എന്നുള്ള നിലയിൽ എന്താണ് പറയേണ്ടത് എന്നതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ കാര്യം ഇതാണ്. മാഷുമായിട്ട് അക്കാദമിക്കായിട്ട്, അതായത് വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ 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 അകലുള്ള ഒരാളാണ്. കാരണം വെച്ചാൽ എൻ്റെ പ്രവർത്തന മേഖല ഭാഷാശാസ്ത്രമല്ല, എൻ്റെ ഒരു താല്പര്യ മേഖലയും അതല്ല എന്ന് വേണം. അത് കവിതയായിരുന്നു, പിന്നെ നാടകമായിരുന്നു, പിന്നീട് അങ്ങനെ പല 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 വിഷയങ്ങളിലൂടെ ഇങ്ങനെ പോകുന്നതിനിടയിൽ ആണ് ഞാൻ കമ്പ്യൂട്ടറിൽ ഭാഷ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. മാഷ് വളരെ ഉദാരതയോട് കൂടിയിട്ട്, ഞാൻ ഭാഷാ കമ്പ്യൂട്ടിങ്ങിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾ, ഞാൻ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ മേഖലയിൽ ഉള്ള ഒരാളാണ് എന്ന് വളരെ ഉദാരതയോടുകൂടി മാഷ് കണ്ടിരുന്നു. ഞാനത് അങ്ങനെയല്ല എന്ന് ധരിപ്പിക്കാൻ ഞാൻ 2 തവണ ഞാൻ ശ്രമിച്ചു. പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. മാഷ് അങ്ങനെ കാണുന്നതിൻ്റെ ഒരു കാര്യം വെച്ചാൽ, മാഷ് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാഷൊരു താല്പര്യ മേഖലയായിട്ട് കാണുകയോ ആ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ വളരെ ഗൗരവമായി നോക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് മാഷ് കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും പ്രധാന ലിംഗ്വിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റ് എന്നുള്ളത് തിരുവനന്തപുരത്തുള്ള കാര്യവട്ടത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് ഒരു സ്പെഷ്യലൈസേഷനായിട്ട് അവിടെ ഉണ്ട്. പക്ഷേ കേരളത്തിലെ മലയാളം അക്കാദമിക്സിൻ്റെ മേഖലയിലുള്ളതും ലിംഗ്വിസ്റ്റിക്സിൻ്റെ മേഖലയിലുള്ളതുമായ ആളുകൾ ഭാഷാ കമ്പ്യൂട്ടിങ്ങിൻ്റെ മേഖലയിലുള്ള അവരുടെ ഇടപെടലുകൾ ഒട്ടും തന്നെ ഗുണപ്രദമായ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നൊരു സങ്കടകരമായൊരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ ലിംഗ്വിസ്റ്റിക്സിൻ്റെ മേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ ഇനി മുന്നോട്ടേക്ക് പോകേണ്ടതാണ് എന്നത് ആലോചിക്കുമ്പോൾ ഇങ്ങനൊരു ആലോചന ഭാഷയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടുന്നത് ആവശ്യമാണ്. കുറച്ച് കാലം മുമ്പ് കേരളത്തിലെ ചീഫ് സെക്രട്ടറിയുടെ മുൻകൈയിൽ മലയാളത്തിൻ്റെ ഭാഷ ഏകീകരിക്കാനും അങ്ങനെയുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ, മലയാളത്തിലെ എഴുത്ത് രീതിയിൽ ഇടക്കാലത്തുണ്ടായിട്ടുള്ള പുതിയ ലിപിയിലെ ചില സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ അത് കമ്പ്യൂട്ടറിൽ ഭാഷ ഉപയോഗിക്കുന്നതോടുകൂടി അത് ഇല്ലാതായി പോയതാണ്. അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചു. അതിന് വേണ്ടിയിരുന്നാൽ ഉകാരം, അങ്ങനെ ഒരു വടിമ കെട്ടിയിട്ടുള്ള ഉകാരം പുതിയ ലിപിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത്, അത് നിലനിർത്തണമെന്ന് തീരുമാനിച്ചു. ഇത് കേരളത്തിലെ സർക്കാരിൻ്റെ ഉന്നത അധികാര സമിതിയാണ് ഈ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഉന്നത അധികാര സമിതിയാണ് ഈ തീരുമാനിക്കുന്നത്. ഈ ഉന്നതാധികാര സമിതി തീരുമാനിച്ചിട്ടുള്ള ഈ തീരുമാനം ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിശേഷം. കാരണം വെച്ചാൽ ഇത് ഒരു ആൾ ഈ ഫോണ്ട് ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്തത് അല്ല, വേറൊരാൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത്. അയാളുടെ സിസ്റ്റത്തിൽ ഏതാണ് ഫോണ്ടുള്ളതെന്ന് വെച്ചാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു അസംബന്ധതകൾ ഉണ്ടാവുന്ന രീതിയിൽ ഉള്ള ഒരു അശ്രദ്ധ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇങ്ങനെയൊരു സന്ദർഭത്തിൽ മാഷുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും അനുസ്മരിക്കുകയും ആദരം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലെയുള്ള ദിശകളിൽ കൂടെ ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കണം എന്നുള്ളതാണ് ഒരു കൺക്ലൂഡിങ് റിമാർക്കായിട്ട് എനിക്ക് പറയാനുള്ളത്. നന്ദി.